സൗദിയിലും ഖത്തറിലും തീവ്രവാദ ആക്രമണം നടത്താൻ ഇസ്രായേലിന്റെ ഏജന്റുമാർ ശ്രമിച്ചിരുന്നു എന്ന് അമേരിക്കയിലെ വലതുപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ടക്കർ കാൾസൺ. ടക്കർ കാൾസന്റെ വിവാദ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ വിവാദ ക്ലെയിം അമേരിക്കയിലും മധ്യപൂർവ്വ ഏഷ്യയിലുള്ള രാജ്യങ്ങളിലും വലിയ വാർത്തയും വിവാദമായിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മനോരമ പത്രമടക്കം വളരെ പ്രാധാന്യത്തോടു കൂടി ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: സൗദിയിലും ഖത്തറിലും ബോംബാക്രമണം നടത്താൻ ഇസ്രായേൽ പദ്ധതി ഇട്ടിരുന്നു, മൊസാദ് ഏജന്റുമാരെ അറസ്റ്റിൽ എന്ന് വിവാദ വെളിപ്പെടുത്തൽ. സൗദി അറേബ്യയും ഖത്തറും തങ്ങളുടെ രാജ്യങ്ങളിൽ ബോംബാക്രമണം നടത്താൻ പദ്ധതിയിട്ട മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഏജൻസിയാണ് അറസ്റ്റ് ചെയ്തു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി USA വളരെ പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ ടക്കർ കാൾസൺ. ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒന്നാണ് ടക്കർ കാൾസൺ. ഡൊണാൾഡ് ട്രംപിന്റെ റൈസിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നൽകിയ ഒരു വ്യക്തിയാണ്. സിമ്പിളായി പറഞ്ഞാൽ അമേരിക്കയുടെ അർണബ് ഗോസ്വാമിയാണ് ടക്കർ കാൾസൺ. അമേരിക്കയിലെ വലതുപക്ഷത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന വോയിസ് ആണ്. അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് സൗദി അറേബ്യയിലും ഖത്തറിലും തീവ്രവാദ ആക്രമണം നടത്താൻ, ബോംബ് ആക്രമണം നടത്താൻ, ഒരു ഫോൾസ് ഫ്ലാഗ് അറ്റാക്ക് നടത്താൻ, ഒരു വ്യാജ ബോംബിംഗ് ആസൂത്രണം ചെയ്ത് ഗൾഫ് രാജ്യങ്ങളെ ഇറാനെതിരെ തിരിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചിരുന്നുവെന്നും അങ്ങനെ ഒരു ബോംബ് ആക്രമണവും തീവ്രവാദി ആക്രമണവും നടത്താൻ ഇസ്രായേലിന്റെ ഏജന്റുമാർ ശ്രമിച്ചിരുന്നു. ഇവർ ഒരു പക്ഷത്താണെന്നാണല്ലോ വെപ്പ്. എന്നാൽ ഇങ്ങനെ അവർ ചെയ്തിരുന്നു. അതോടൊപ്പം ഇറാൻ, ഖത്തർ, UAE, സൗദി അറേബ്യ, ബഹ്റിൻ, ഒമാൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളെ മുറിവേൽപ്പിക്കാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് എന്നുമാണ് ടക്കർ കാൾസൺ പറയുന്നത്. റിയാദിലെയും ദോഹയിലെയും രഹസ്യാന്വേഷണ ഏജൻസികൾ ഇസ്രായേലിന്റെ ഏജന്റുമാരെ കസ്റ്റഡിയിൽ എടുത്തു എന്നും പിടിയിലായ ഏജന്റുമാർ ചാരന്മാർ, സ്പൈസ് മാത്രമായിരുന്നില്ല, മറിച്ച് ബോംബ് ആക്രമണങ്ങൾ നടത്താൻ നിയോഗിക്കപ്പെട്ട് പരിശീലനം ലഭിച്ച ആൾക്കാരായിരുന്നു. അമേരിക്കൻ ഭരണകൂടം ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളവരാണ് എന്നും അദ്ദേഹം പറയുന്നു. അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ്. അതും ടക്കർ കാൾസന്റെ സ്റ്റേച്ചർ. ഇപ്പൊ നാളെ അർണബ് ഗോസ്വാമി ഇന്ത്യയിൽ ഇതേപോലെ ആരോപണം പറയുകയാണെങ്കിൽ എത്രമാത്രം പ്രധാനമായിരിക്കും. അതേപോലെ പ്രധാനമാണ്. അതിനെക്കുറിച്ച് ഏതാനും മിനിറ്റുകൾക്ക് കുറച്ചു നേരം മുമ്പ് ഖത്തർ അത് വളരെ ഒരു വേഗമായൊരു ഡിനയൽ നടത്തി. സൗദി അറേബ്യയുടെ പ്രതികരണം ഇതുവരെ ലഭ്യമല്ല. ഈ അവസരത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ശ്രീലങ്കയിലെ ഈസ്റ്റർ ബോംബിംഗ് ആക്രമണം ഓർമ്മ കാണും. 300ഓളം ക്രിസ്ത്യൻ സഹോദരന്മാർ മരിച്ച ഒരു വിഷയമാണ്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് അത് മുസ്ലിം സമൂഹത്തിന്റെ തലയിൽ വെക്കാനും വ്യാപകമായി ഒരു ക്രിസ്ത്യൻ മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാനും ഒക്കെ അത് കാരണമായിരുന്നു. നമ്മുടെ നാട്ടിൽ ശ്രീ PC ജോർജ് അടക്കമുള്ളവർ ഈ ഈസ്റ്റർ ബോംബിങ്ങിന് ശേഷം വളരെ ക്രുദ്ധമായി ഒരു മുസ്ലിം സഹോദരനോട് സംസാരിക്കുന്നതും മറ്റും നമ്മൾ കേൾക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച വെളിയിൽ വന്ന വാർത്ത, ഫെബ്രുവരി 26 വെളിയിൽ വന്ന വാർത്ത, ശ്രീലങ്കയിലെ ഈസ്റ്റർ ദിന ഭീകരാക്രമണത്തിൽ അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം മുൻ മേധാവി സുരേഷ് സല്ലെ അറസ്റ്റിലായി എന്നാണ്. യഥാർത്ഥത്തിൽ ഈ തീവ്രവാദ ആക്രമണത്തിന്റെ ഉദ്ദേശം, 300ഓളം ക്രിസ്ത്യാനികളുടെ മരണത്തിനിടയാക്കിയ ആ തീവ്രവാദ ആക്രമണത്തിന്റെ ഉദ്ദേശം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഗോഡ്ബയ രാജപക്ഷയ്ക്ക് അനുകൂലമാക്കാൻ നടത്തിയ ഭീകരാക്രമണമാണെന്ന് കണ്ടെത്തലാണ്. ഇത്തരം കാര്യങ്ങളെയാണ് ഫോൾസ് ഫ്ലാഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഫോൾസ് ഫ്ലാഗ് അറ്റാക്ക് എന്ന് പറയുന്നത് അതായത് യഥാർത്ഥത്തിൽ വേറൊരാളുടെ പേരിൽ നമ്മൾ തന്നെ തീവ്രവാദാക്രമണം നടത്തുക, ആ ആക്രമണത്തിലൂടെ മറ്റാരെയെങ്കിലും കരുവാക്കുക, മറ്റാരെയെങ്കിലും പ്രശ്നമാക്കുക. ഇപ്പൊ ആലോചിച്ച് നോക്കുക, സൗദി അറേബ്യക്കുള്ളിൽ ഒരു തീവ്രവാദാക്രമണം ഉണ്ടായി, ഖത്തറിനുള്ളിൽ ഒരു ബോംബ് സ്ഫോടനവും തീവ്രവാദാക്രമണവും ഉണ്ടായി. അത് സ്വാഭാവികമായി ആരുടെ തലയിൽ വരും? ഇറാന്റെ തലയിൽ വരും. അങ്ങനെ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഭിന്നത ഉണ്ടാക്കാനും, ഓൾറെഡി തന്നെ സ്പ്ലിറ്റായി നിൽക്കുന്ന സൗദി അറേബ്യയും ഇറാനും ഇടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും, ഖത്തറും ഇറാനും തമ്മിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചു എന്നുള്ളതാണ് ടക്കർ കാൾസന്റെ വളരെ വിവാദമായ വെളിപ്പെടുത്തൽ. അതിന്റെ വസ്തുതകൾ കൂടുതൽ വരാനിരിക്കുന്നേ ഉള്ളൂ. എന്നാലും വളരെ കൗതുകത്തോടെയാണ് ഇതിനെ ലോകം കാണുന്നത്. കാര്യം അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലതുപക്ഷ മാധ്യമ പ്രവർത്തകൻ, ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മാധ്യമ പ്രവർത്തകൻ, അമേരിക്കയ്ക്ക് വേണ്ടിയല്ല ഇസ്രായേലിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധം എന്ന് അവരുടെ മാഗാ ലോകത്ത് തന്നെ തുറന്നു പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ഈ തീവ്രവാദ ആക്രമണങ്ങൾ ഇറാൻ പ്ലാൻ ചെയ്തതല്ല, പക്ഷേ ഇറാനെ കുടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു കാര്യം കൗതുകത്തോടെയാണ്, അല്ലെങ്കിൽ പേടിയോടെയാണ്, ഭീതിയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ സത്യാവസ്ഥ വെളിയിൽ വരട്ടെ. വളരെ വളരെ പ്രസക്തമായ ഒരു വാർത്തയാണ് ഇത്. ശരിയാണെങ്കിൽ അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയുമാണ് എന്ന് ഓർമ്മിപ്പിക്കും.